പ്രതിസന്ധികൾ ഒന്നിനു പിറകെ ഒന്നായി വന്നാലും തോറ്റുകൊടുക്കാൻ തയ്യാറാകാത്ത ചിലരുണ്ട്. മാലോകരുടെ മുന്നിൽ തലകുനിച്ച് പിൻവാങ്ങേണ്ടി വന്നാലും ആ പിൻവാങ്ങലുകൾ അടുത്ത മുന്നേറ്റത്തിനായുള്ള ചുവടുമാറ്റമായി കാണുന്നവർ. കഴിഞ്ഞ വർഷം പാരീസിൽ നടന്ന ഒളിമ്പിക്സ് ഗുസ്തി മത്സരത്തിൽ വെറും 100 ഗ്രാം അധിക ഭാരമുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്ന് 50 കിലോ വിഭാഗത്തിലെ ഫൈനലിൽ നിന്ന് അയോഗ്യമാക്കപ്പെട്ട ഇന്ത്യയുടെ അഭിമാന താരമായ വിനേഷ് ഫോഗട്ട് ആ വിഭാഗത്തിൽപ്പെട്ട ശക്തമായ വനിതയാണ്. കഠിനാധ്വാനവും അതേ തുടർന്നുള്ള വിജയവും വെറും 100 ഗ്രാം ശരീരഭാരം അധികമായതിന്റെ പേരിൽ വിജയ കിരീടം നഷ്ടപ്പെടുത്തേണ്ടി വന്ന ഫോഗട്ട് വലിയ മുറിവേറ്റാണ് മടങ്ങിയത്. സംയുക്ത രജത മെഡലിനായി കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സ് മുമ്പാകെ അപ്പീൽ നൽകിയെങ്കിലും അതും തിരസ്കരിക്കപ്പെട്ടതോടെ വിനേഷ് വിരമിക്കൽ പ്രഖ്യാപനം നടത്തി. പിന്നീട് ഹരിയാനയിലെ ജുലാനിയിൽ നിന്ന് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട വാർത്തയാണ് നാം കേട്ടത്. ഒളിമ്പിക്സ് മെഡൽ എന്ന സ്വപ്നം വീണ്ടും ഉയർത്തിപ്പിടിച്ച് താരം റിങ്ങിലേക്ക് മടങ്ങുകയാണ്. അതെ, അത് തന്നെയാണ് തീരുമാനം. 2028 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിനായി താൻ തയ്യാറെടുക്കുന്നതായി ഈ 31കാരി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തന്റെ ഉള്ളിലെ തീ അവസാനം വരെ അണഞ്ഞിരുന്നില്ല. അത് തന്റെ ക്ഷീണത്തിലും ശബ്ദത്തിലും മറഞ്ഞു കിടക്കുകയായിരുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ കുറിച്ചുകൊണ്ടാണ് വിനേഷ് ഫോഗട്ട് തന്റെ മടങ്ങിവരവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാരീസിൽ ഉണ്ടായത് ഹൃദയഭേദകമായ അനുഭവമായിരുന്നു. അതിൽ നിന്ന് കരകയറാൻ സമയം വേണ്ടി വന്നു. ഇപ്പോൾ മടങ്ങിവരവിന് സമയമായിരിക്കുന്നു. വിനേഷ് ഫോഗട്ട് മടങ്ങി വരുമ്പോൾ ജയിക്കുന്നത് താരത്തിന്റെ ആജ്ഞാശക്തിയും ആർജവവുമാണ്. ഇന്ത്യക്ക് അത് നൽകുന്ന പ്രതീക്ഷയും സന്തോഷവും ചെറുതുമല്ല. പാരീസ് തന്റെ അവസാനമാണോ എന്ന് പലരും ചോദിച്ചിരുന്നുവെന്നും തനിക്ക് അതിനുള്ള ഉത്തരം ഇല്ലായിരുന്നുവെന്നും വിനേഷ് ഫോഗട്ട് പറയുന്നു. സമ്മർദ്ദത്തിലും പ്രതീക്ഷകളിലും നിന്ന് അല്പസമയം അകന്നു നിൽക്കേണ്ട സാഹചര്യമുണ്ടായി. ആദ്യമായി താൻ തന്റെ യാത്രയുടെ ഭാരവും അതിലെ തകർച്ചകളും നേട്ടങ്ങളുമെല്ലാം മനസ്സിലാക്കി വിനേഷ് കുറിച്ചു. ഗുസ്തിയോടുള്ള സ്നേഹം തനിക്കൊട്ടും കുറഞ്ഞിട്ടില്ല എന്നും വീണ്ടും പോരാടാൻ സമയമായി എന്നുള്ള തിരിച്ചറിവ് വന്നത് ആത്മപരിശോധനയ്ക്കിടയിലായിരുന്നു. ഇക്കഴിഞ്ഞ ജൂലൈയിൽ ഒരു ആൺകുഞ്ഞിന്റെ അമ്മയായ വിനേഷ് താനൊരു മാതാവായതോടെയാണ് തനിക്ക് കൂടുതൽ ശക്തി ഉണ്ടെന്ന തിരിച്ചറിവും ഉണ്ടായതെന്ന് പറയുന്നു. ഇനി ലോസ് ആഞ്ചലസിലേക്കാണ് വിനേഷ് ഉറ്റുനോക്കുന്നത്. ഭയമില്ലാത്ത ഹൃദയത്തോടും വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത മനസ്സോടും കൂടിയാണ് ഞാൻ ലോസ് ആഞ്ചലസിലേക്ക് യാത്രയാവാൻ തയ്യാറെടുക്കുന്നത് എന്ന് അവർ പ്രഖ്യാപിക്കുന്നു. ഇതിനകം തന്നെ പലവട്ടം ചരിത്രം രചിച്ച താരമാണ് വിനേഷ് ഫോഗട്ട്. ഇന്ത്യൻ വനിതാ റെസ്ലിംഗിൽ ഒളിമ്പിക്സ് സ്വർണ്ണ ഫൈനലിൽ എത്തുന്ന ആദ്യ താരം എന്ന നേട്ടം വിനേഷിനുണ്ട്. 3 ഒളിമ്പിക്സിൽ പങ്കെടുത്തതോടൊപ്പം ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും സ്വർണം നേടിയിട്ടുള്ള താരം ഇനി ഇന്ത്യയുടെ ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിലെ ഭാഗ്യ താരകമാണ്, പ്രതീക്ഷയാണ്. കായിക താരങ്ങൾ പക്ഷെ അങ്ങനെ പരാജയം തലയിൽ വെച്ച് പൂർണ്ണമായും കളിക്കളത്തിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറുള്ളവരല്ല എന്ന് തെളിയിക്കുകയാണ് വിനേഷ് ഫോഗട്ട് ഇപ്പോൾ.